ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ATK മോഹൻ ബഗാൻ ആകട്ടെ ഇപ്പോൾ അവരുടെ കോച്ചായി ജുവാൻ ഫെറാൻഡോയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ ATK മോഹൻ ബഗാൻ തന്നെയായിരുന്നു ഇന്നലെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. എന്തായാലും എത്ര വർഷത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം മാത്രം ആരും അനൗൺസ് ചെയ്തില്ല. അടുത്ത വർഷം ജുവാൻ ഫെറാൻഡോ തുടരുമെന്ന് മാത്രമാണ് അവർ ഇന്നലെ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോർജ് പെരേര ഡിയാസുമായി നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് നിലവിൽ വരുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരം തന്റെ ഒറിജിനൽ ക്ലബ്ബായ പ്ലാറ്റൻസിന്റെ കരാർ അവസാനിപ്പിച്ചു എന്നതാണ്. കൂടാതെ വൈകാണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു കരാർ സൈൻ ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇതേ സ്കോഡ് തന്നെ അടുത്ത സീസണും ഉണ്ടെങ്കിൽ വളരെ മികച്ചൊരു കാര്യം തന്നെയായിരിക്കും. ഈ സീസണെക്കാട്ടി വളരെ മികച്ച ഒരു കളി തന്നെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിൽ പുറത്തെടുക്കാൻ സാധിച്ചേക്കാം. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ടൈറ്റിൽ സ്പോൺസറായി ബൈജൂസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അവരാകട്ടെ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2022 ഒരു പാർട്ണർഷിപ്പ് പിടിച്ചിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ പാർട്ണറായിട്ടാണ് നമ്മുടെ ബൈജൂസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കാര്യമാകട്ടെ നമ്മുടെ ബൈജൂസ് തന്നെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിരുന്നു. കൂടാതെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സും ഈ കാര്യം തന്നെ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലും അതുപോലെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ് തന്നെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റായി രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ബാക്കി അപ്ഡേറ്റുകളിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിലവിൽ എന്തായാലും വേൾഡ് കപ്പിന്റെ ക്വാളിഫയേഴ്സ് മാച്ചൊക്കെ നടക്കുകയാണല്ലോ. കൂടാതെ നമ്മുടെ IPL എല്ലാം തുടങ്ങാൻ പോകുകയാണല്ലോ. അപ്പോൾ ഈ മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ മറ്റു വെബ്സൈറ്റുകളിലും കാണാൻ സാധിക്കുന്ന ലൈവ് ലിങ്കുകൾ നമ്മുടെ ടെലഗ്രാം ചാനലാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ മാച്ചുകളെല്ലാം യൂട്യൂബിലും അതുപോലെ മറ്റു വെബ്സൈറ്റുകളിലും ആസ്വദിക്കാൻ സാധിക്കും. ഇതിന് പുറമെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ആകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ന്യൂസും കൂടാതെ സ്റ്റാറ്റസ് വീഡിയോകളും എല്ലാം ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി എല്ലാവരും നമ്മുടെ ടെലഗ്രാം പേജിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോർണറായി നിഖിൽ ബജ്വ ഇന്നലെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന്റെ ആദ്യത്തെ പേജിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ തോറ്റതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് എല്ലാ താരങ്ങളും ഫൈനൽ വിജയിക്കാൻ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, എന്നാൽ ഒരു പരാജയമാണ് നേരിടേണ്ടി വന്നത്. ഇനി എന്തായാലും ഇതിന്റെ സെക്കൻഡ് പേജിലാകട്ടെ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കുറിച്ച് റെക്കോർഡുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്തായാലും എടുത്തു പറയേണ്ട രീതിയിൽ അവസാന പേജ് തന്നെയാണ്. കാരണം അതിലായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ നിഖിൽ ബജ്വ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും അതുപോലെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വൈകാണ്ട് തന്നെ നമ്മുടെ സൈക്കോ അഡ്മിൻ ഈ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുമെന്നാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങുകളും അതുപോലെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വൈകാണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചേക്കാം. മിക്കവാറും തുടക്കം തന്നെ കോച്ചിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആയിരിക്കും ഇവിടെ അനൗൺസ് ചെയ്യുക. അതുപോലെ നമ്മുടെ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോച്ച് അങ്ങനെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഹൈദരാബാദിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഓണറുകളുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയത്. എന്തായാലും അവരൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിന്റെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടാതെ നമ്മുടെ ബംഗളൂരു FC താരമായ റോഷൻ സിംഗിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നമ്മുടെ ഇഷ്ഫാഖ് അഹമ്മദ് ഇന്നലെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഈ താരമകട്ടെ ലെഫ്റ്റ് വിംഗ്, റൈറ്റ് വിംഗും അതുപോലെ റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്കും പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. താരത്തിന് സമ്മതമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ താരത്തെ സൈൻ ചെയ്യുമെന്നാണ് നമ്മുടെ ഇഷ്ഫാഖ് അഹമ്മദ് ഇന്നലെ പറയുകയുണ്ടായത്. എല്ലാവർക്കും അറിയാമല്ലോ, ISL തന്നെ മികച്ചൊരു താരം തന്നെയാണിത്. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ താരത്തെ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. കൂടാതെ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ആകട്ടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നൊരു താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. എന്തായാലും അവർ ഏത് താരത്തെയാണ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കാര്യം മാത്രം ഇതുവരെയും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളിൽ നിന്ന് അവർ താരങ്ങളെ സ്വന്തമാക്കാൻ നോക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അവരുടെ താരങ്ങളെ വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതിന് കാരണം ബ്ലാസ്റ്റേഴ്സിൽ ഒട്ടുമിക്ക ഇന്ത്യൻ താരങ്ങൾക്ക് ദീർഘകാല കരാറാണ് ബ്ലാസ്റ്റേഴ്സുമായി ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. തുടക്കം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ഗൈസ്, അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.